എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമുക്ക് ഓൾട്ടർനേറ്റർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ഓൾട്ടർനേറ്ററിന്റെ ഭാഗങ്ങളും ടെർമിനലുകളും എങ്ങനെ തിരിച്ചറിയാമെന്നും പഠിക്കാം. ഈ വീഡിയോയുടെ ഒടുവിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാനാകും. ലൊക്കേഷനും ഫൗണ്ടേഷന്റെ തരവും തിരഞ്ഞെടുക്കുക. ഫാസ്റ്റനറുകളുടെ തരം, ടെംപ്ലേറ്റ് തയ്യാറാക്കുക, കോൺക്രീറ്റ് മിശ്രിതത്തിനുള്ള കുഴി കുഴിക്കുക, ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ഫാസ്റ്റനറുകൾ സ്ഥാപിച്ച് ഗ്രൗട്ട് ചെയ്യുക. നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ റീഡ് ആൻഡ് ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുക. ഓൾട്ടർനേറ്റർ സെറ്റിന്റെ ഭാഗങ്ങളും ടെർമിനലുകളും തിരിച്ചറിയുക. ഈ പ്രാക്ടിക്കലിന് ആവശ്യമായ ടൂൾസ്, എക്യുപ്മെന്റുകൾ, മെഷീനറി എന്നിവ നമുക്ക് തയ്യാറാക്കാം. റിംഗ് സ്പാനർ സെറ്റ്, ഡബിൾ എൻഡഡ് സ്പാനർ സെറ്റ്, ഡയൽ ഗേജ്, ഫീലർ ഗേജ്, ബോൾ പിൻ ഹാമർ, കോൾ ചീസൽ, റൗണ്ട് ഫയൽ ബാസ്റ്റഡ്, ഫ്ലാറ്റ് ഫയൽ ബാസ്റ്റഡ്സ്, steel rule, crowbar, lead hammer, screwdriver, spirit level, alignment pins, electric drilling machine, അനുയോജ്യമായ മോട്ടോർ കപ്പിൾ ചെയ്ത 3-phase alternator, മൾട്ടിമീറ്റർ, ഫേസ് സീക്വൻസ് മീറ്റർ, PVC ഇൻസുലേഷനുള്ള കോപ്പർ വയർ, ടെസ്റ്റ് ലാമ്പ്. ഒരു ഓൾട്ടർനേറ്റർ സെറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓൾട്ടർനേറ്റർ സെറ്റിന്റെ ഇൻസ്റ്റലേഷനുള്ള ശരിയായ സ്ഥലം തിരഞ്ഞെടുക്കുക. നിർമ്മാതാവ് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ നോക്കി അനുയോജ്യമായ തരം ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുക. നിർമ്മാതാവ് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ നോക്കി അനുയോജ്യമായ ഫാസ്റ്റനർ തിരഞ്ഞെടുക്കുക. ബെഡ് ഫ്രെയിമിന്റെ അളവ് എടുത്ത് ടാബുലേഷനിൽ ഡാറ്റ എൻറ്റർ ചെയ്യുക. ബോൾട്ട് ദ്വാരങ്ങളുടെ സ്ഥാനവും വലുപ്പവും അളന്ന് ടാബുലേഷനിൽ ഡാറ്റ രേഖപ്പെടുത്തുക. ബെഡ് ഫ്രെയിമിന് വേണ്ടി ഒരു ടെംപ്ലേറ്റ് തയ്യാറാക്കുക. ടെംപ്ലേറ്റിൽ ഫൗണ്ടേഷൻ ബോൾട്ടിന്റെ സ്ഥാനം അടയാളപ്പെടുത്തിയിട്ട് ഫ്രെയിം ഡ്രില്ല് ചെയ്യുക. അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിൽ തറ കുഴിക്കുക. ദ്വാരങ്ങളുടെ ആഴം ആങ്കർ ബോൾട്ടിന്റെ നീളത്തേക്കാൾ 15 സെന്റിമീറ്റർ കൂടുതലായിരിക്കണം. ടെംപ്ലേറ്റിൽ ഫൗണ്ടേഷൻ ആങ്കർ ബോൾട്ടുകൾ മൗണ്ട് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ശരിയായ സ്ഥാനത്ത് കുഴിച്ചിരിക്കുന്ന ദ്വാരങ്ങളിൽ ആങ്കർ ബോൾട്ടുകൾ പ്രവേശിക്കത്തക്കവിധം നിലത്തെ പ്രതലത്തിൽ ടെംപ്ലേറ്റ് സ്ഥാപിക്കുക. സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് ലെവൽ പരിശോധിക്കുക. നേർത്ത സിമന്റ് ചാന്ത് ഉപയോഗിച്ച് ബോൾട്ടിന് ചുറ്റുമുള്ള സ്ഥലം നിറയ്ക്കുക. ഇത് 8 മുതൽ 12 വരെ മണിക്കൂർ ഉറയ്ക്കാൻ അനുവദിക്കുക. തുടർന്ന് ടെംപ്ലേറ്റ് നീക്കം ചെയ്യുക. കുറഞ്ഞത് 2 ദിവസം വെള്ളം നനച്ച് സിമന്റ് ചാന്ത് ക്യൂർ ചെയ്യുക. നന്നായി പ്ലാസ്റ്റർ ചെയ്ത് ഉപരിതലം പൂർത്തിയാക്കുക. ഓൾട്ടർനേറ്റർ സെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നട്ടുകൾ ഉപയോഗിച്ച് ഉറപ്പിക്കുക. ഓൾട്ടർനേറ്ററിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയുക. നൽകിയിരിക്കുന്ന ഓൾട്ടർനേറ്ററിന്റെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ റീഡ് ആൻഡ് ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുക. അവ ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. യഥാർത്ഥ വസ്തുവിൽ നിന്നോ എക്സ്പ്ലോഡഡ് വ്യൂ ചാർട്ടിൽ നിന്നോ ഓൾട്ടർനേറ്ററിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയുക. ഓരോ ഭാഗവും നമ്പർ ഉപയോഗിച്ച് ലേബൽ ചെയ്യുകയും ഭാഗങ്ങളുടെ പേര് ടാബുലേഷനിൽ എഴുതുകയും ചെയ്യുക. ഒരു 3-phase സ്റ്റാർ കണക്റ്റഡ് ഓൾട്ടർനേറ്ററിന്റെ ടെർമിനലുകൾ തിരിച്ചറിയുക. ഒരു 3-phaseൽ സ്റ്റാർ കണക്റ്റഡ് ഓൾട്ടർനേറ്റർ 3 വൈൻഡിങ്ങുകൾ സ്റ്റാറിൽ ആന്തരികമായി കണക്ട് ചെയ്തിരിക്കുന്നു. കൂടാതെ 4 ടെർമിനലുകൾ ടെർമിനൽ ബ്ലോക്കിലേക്ക് വരും. 3-phase വൈൻഡിങ്ങിന്റെ 3 ആരംഭ അറ്റങ്ങളും ഒരു ന്യൂട്രലും അടങ്ങിയതാണ് ഈ 4 ടെർമിനലുകൾ. ടെർമിനലുകളിൽ ഏതെങ്കിലും അടയാളപ്പെടുത്തലുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് അത് രേഖപ്പെടുത്തുക. അടയാളപ്പെടുത്തലുകൾ ഇല്ലെങ്കിൽ 1, 2, 3 എന്നിങ്ങനെ നിങ്ങളുടെ സ്വന്തം അടയാളപ്പെടുത്തൽ നൽകുക. ആന്തരിക കണക്ഷൻ കാണിക്കുന്ന ടെർമിനലുകൾ തിരിച്ചറിയുകയും അവയ്ക്കിടയിലുള്ള റെസിസ്റ്റൻസ് അളക്കുകയും റീഡിംഗുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. ടെർമിനൽ ബ്ലോക്കിൽ നിന്ന് ഫീൽഡ് വൈൻഡിംഗ് തിരിച്ചറിയുക. ഒരു ജോഡി മാത്രമേ ഉയർന്ന റെസിസ്റ്റൻസോടെ സ്വതന്ത്രമായിരിക്കൂ. ഈ ജോഡി ഫീൽഡ് വൈൻഡിംഗിൽ പെടുന്നു.
അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കണ്ടിന്യൂറ്റി കാണിക്കുന്ന മറ്റ് 4 ടെർമിനലുകൾ സ്റ്റാർ കണക്ഷനുള്ള പ്രധാന വൈൻഡിംഗ് ടെർമിനലുകളിൽ പെടുന്നതാണ്. 4 ടെർമിനലുകളിൽ 3 ടെർമിനലുകൾ അവയ്ക്കിടയിൽ താരതമ്യേന ഉയർന്ന റെസിസ്റ്റൻസ് നൽകും. UVW ടെർമിനലുകൾ എന്ന് വിളിക്കപ്പെടുന്ന 3 കോയിലുകളുടെ അറ്റങ്ങളാണ് ഇവ. എന്നിരുന്നാലും 4 എണ്ണത്തിലെ മറ്റേ ടെർമിനലുകൾ UVW-വിന്റെ ഏതെങ്കിലും ഒരു ടെർമിനലിലും ആ ടെർമിനലിലും ഇടയിൽ അളക്കുമ്പോൾ റെസിസ്റ്റൻസിന്റെ പകുതി വാല്യൂ നൽകും. ഈ ടെർമിനൽ ന്യൂട്രൽ ആയതിനാൽ N എന്ന് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. 3 ഫേസ് ടെർമിനലുകളെ UVW ആയി അടയാളപ്പെടുത്തുന്നത് താൽക്കാലികമാണ്. ഒരു ഫേസ് സീക്വൻസ് മീറ്ററിന്റെ സഹായത്തോടെ ശരിയായ ഫേസ് സീക്വൻസ് പരിശോധിക്കേണ്ടതാണ്. അതേ തുടർന്ന് മാത്രമേ ടെർമിനലുകളെ UVW എന്ന് അടയാളപ്പെടുത്താൻ കഴിയൂ. ടെർമിനലുകൾ അതനുസരിച്ച് അടയാളപ്പെടുത്തുക. ഒരു ഓൾട്ടർനേറ്റർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ഓൾട്ടർനേറ്ററിന്റെ ഭാഗങ്ങളും ടെർമിനലുകളും എങ്ങനെ തിരിച്ചറിയാമെന്നും ഉള്ളതിനെ കുറിച്ചുള്ള പരിശീലനം ഇതോടെ അവസാനിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൊക്കേഷൻ, ഫൗണ്ടേഷന്റെ തരം, ഫാസ്റ്റനറുകളുടെ തരം എന്നിവ തിരഞ്ഞെടുക്കുക. ടെംപ്ലേറ്റ് തയ്യാറാക്കുക. കോൺക്രീറ്റ് മിശ്രിതത്തിനുള്ള കുഴി കുഴിക്കുക. ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ഫാസ്റ്റനറുകൾ സ്ഥാപിച്ച് ഗ്രൗട്ട് ചെയ്യുക. നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ റീഡ് ആൻഡ് ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുക. ഓൾട്ടർനേറ്റർ സെറ്റിന്റെ ഭാഗങ്ങളും ടെർമിനലുകളും തിരിച്ചറിയുക. നന്ദി. അടുത്ത എക്സസൈസിൽ വീണ്ടും കാണാം.